Officials say it addresses the promise of illegal jobs that are used by criminal smuggling gangs. The Home Office has made a massive wave of arrests in a nationwide crackdown on illegal migrant workers. Officers have been out in force across the UK to disrupt rogue employers who have hired migrants illegally and exploited vulnerable people. Hello friends, 2024 ജൂലൈ 4 അധികാരമേറ്റ ലേബർ ഗവൺമെന്റിന്റെ ജനപ്രീതി ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും യുകെയിലേക്ക് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ 2024 ഡിസംബർ 15 വരെ യുകെയിലേക്ക് എത്തിയിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ്, അതായത് ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നു വരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 35,000 കടന്നിരിക്കുന്നു. 2024 ഡിസംബർ 15 ശേഷം ഈ ഒരു 10 ദിവസത്തെ കണക്കുകൾ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇതുവരെയുള്ള സോഫാർ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ 35,000 അത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതിലും വളരെയധികം കുറവായിരുന്നു. ഏകദേശം 20% വർധനവാണ് ഇപ്പോഴ് ഉണ്ടായിരിക്കുന്നത്. 2022 ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇതേപോലെയുള്ള ചെറു ബോട്ടുകളിൽ യുകെയിലേക്ക് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ കടന്നു വന്നത്. 45,476 പേരായിരുന്നു ഇങ്ങനെ ഇല്ലീഗലായിട്ട് ആ ഒരു സമയത്തേക്ക് യുകെയിലേക്ക് വന്നത്. 2024 ആ ഒരു റെക്കോർഡ് തകർത്തില്ല എന്നത് നോക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് ഇപ്പോഴേ യുകെക്ക് ഉള്ളത്. യുകെയെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് യുകെയിൽ തുടരുന്ന ആൾക്കാരെ ഇപ്പോഴേ ശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തിക്കൊണ്ട് അവരെ പിടിച്ച് ജയിലുകളിലാക്കുന്ന ഒരു നടപടിക്കാണ് യുകെ ഗവൺമെന്റ് ഇപ്പോഴ് വലിയ രീതിയിൽ ഇപ്പോഴ് പ്രോത്സാഹനം നൽകുന്നത്. അതിനായിട്ട് യുകെയിലെ ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 1000ഓളം എമിഗ്രേഷൻ ഓഫീസേഴ്സിനെ ഇപ്പോഴ് സ്പെഷ്യലായിട്ട് നിയമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യുകെയിലെ ഉടനീളം ശക്തമായിട്ടുള്ള റെയ്ഡുകളാണ് ഇപ്പോഴത്തെ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് യുകെയിൽ എത്തിയിരുന്ന ആൾക്കാരിൽ ഏകദേശം 13,500ഓളം പേരെ ഇതുവരെ ഈ ഒരു ലേബർ ഗവൺമെന്റ് അവരുടെ നാടുകളിലേക്ക് തിരിച്ചയച്ചു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ യുകെയിൽ നടന്നിരിക്കുന്ന ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസ് റെയ്ഡിൽ 100 കണക്കിന് ആൾക്കാരെയാണ് അവരുടെ പാർപ്പിടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴേ പിടിച്ച് ഇരിക്കുന്നത്. നമുക്കറിയാം, യുകെയിൽ ഇപ്പോഴ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാരെ ഇപ്പോഴും തുടർന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഗൾഫ് നാടുകളിലെ പോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടികളും ഇവിടെ ഇല്ല. അതായത് ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റിനെ പിടിച്ചു കഴിഞ്ഞാൽ, പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നടപടികൾക്ക് ശേഷം അവരുടെ നാട്ടിലേക്ക് ഈവൻ ഫ്ലൈറ്റ് ചാർജ് പോലും ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് അവരെ അയക്കുന്ന ഒരു നടപടിയാണ് സാധാരണയായിട്ട് യുകെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ യുകെയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വലിയ രീതിയിൽ ഇപ്പോഴ് ഈ ഒരു എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. ആ ഒരു റെയ്ഡുകളിൽ ധാരാളം ആൾക്കാരെ ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് ഇതേപോലെയുള്ള സ്റ്റുഡൻറ്റ് വിസയിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ പല വിസകളിലും ഇവിടെ വന്നിട്ട് 6 മാസത്തേക്ക് ഇവിടെ സീസണൽ വിസയൊക്കെ ലഭിച്ച് ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവർ 6 മാസം കഴിഞ്ഞാലോ 7 മാസം കഴിഞ്ഞാലോ ചിലപ്പോൾ 1 വർഷമോ 2 വർഷം കഴിഞ്ഞാൽ പോലും ഇവരിവിടുന്ന് പോകാറില്ല. കാരണം അങ്ങനെയുള്ള ഒരു സീസണൽ വിസയിൽ വന്നവർ പോലും ധാരാളം പണം ചിലവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ 6 മാസത്തിന് ശേഷം വീണ്ടും യുകെയിൽ നിന്ന് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6 മാസം കൊണ്ട് സാധാരണ അവരുടെ കടങ്ങൾ പോലും വീടാറില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലീഗലായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇല്ലീഗലായിട്ട് തുടരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെയിൽ ബാറുകളിലും സലൂണുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകളിലും ഫാക്ടറികളിലുമൊക്കെയാണ്. നമുക്കറിയാം, യുകെ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള ആൾക്കാരെ ഇല്ലീഗലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉടമകൾക്ക് ഓരോ ആൾക്കും 60,000 പൗണ്ടാണ് പെനാൽറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇതേപോലുള്ള ഇല്ലീഗലായിട്ടുള്ള വർക്കേഴ്സിനെ ഇവിടുത്തെ തൊഴിലുടമകൾ ഇപ്പോഴും അവർ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി വളരെയധികം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഇവർ ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. യുകെയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതൊരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിലും അവൻ്റെ പാർപ്പിട സൗകര്യങ്ങൾ നല്ല രീതിയിൽ കൊടുക്കണമെന്നുള്ളത് യുകെ ഗവൺമെൻറ് നിഷ്കർഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഇതേപോലെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ
വളരെ കുറഞ്ഞ വേതനം വാങ്ങിക്കൊണ്ട് ഇവിടെ 12 പൗണ്ടിൽ കൂടുതലാണ് ഇവിടുത്തെ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 6 അല്ലെങ്കിൽ 7 8 പൗണ്ടൊക്കെ ആയിരിക്കും ഇതേപോലെ 1 മണിക്കൂറിന് കൊടുത്തുകൊണ്ട് ഇതേപോലെയുള്ള തൊഴിലാളികളെ ഇല്ലീഗലായിട്ട് അവർ നിയമിച്ചുകൊണ്ട് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഈ ഒരു ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിൽ കൂടിയാണ് ഇപ്പോൾ UK കടന്നു പോകുന്ന. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ആൾക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അവരെല്ലാവരെയും തന്നെ ഇവർക്ക് യാതൊരു ഡോക്യുമെൻസുകളും ഇല്ലാത്തവരാണ്. കാരണം വിസയോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വിസയൊക്കെ തീർന്നിട്ട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ UK തുടരുന്ന ആൾക്കാരായിരിക്കണം ഇവർ. അപ്പോൾ ഇവരെ അവരുടെ നടപടികൾ തീർന്നതിന് ശേഷം ഇവരുടെ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടിയിൽ കൂടിയാണ് ഇപ്പോൾ UK ഗവൺമെൻറ് കടന്നു പോകുന്നത്. UK ലേബർ ഗവൺമെൻറ്റിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ 5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെങ്കിൽ അവരുടെ ആ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം താഴ്ന്നു പോയിരിക്കുന്നു. അവർ ബജറ്റിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ ഇവിടുത്തെ എക്കണോമിയെ വരെ ഇപ്പോഴും ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റീഫോം UK വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബൈ ഇലക്ഷനുകളിലെല്ലാം തന്നെ കൗൺസിലുകളിലൊക്കെ നടന്നിട്ടുള്ള ഇലക്ഷനുകളിലെല്ലാം തന്നെ ഇപ്പോൾ റീഫോം UK ആണ് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിൽ നിന്ന് വന്ന 2 പേര് ഇവിടെ ഒരു മോഷണ ശ്രമത്തിന് ഇടയിൽ വിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കടയിലെ ഒരു സ്റ്റാഫിനെ അവർ ആക്രമിക്കുകയും അങ്ങനെ അവർ 2 പേരെയും പിടിക്കപ്പെട്ടു. ആ 2 പേരെ പിടിക്കപ്പെട്ട് ജയിലിലേക്ക് അടച്ചു കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിരുന്നു. കാരണം ഇവർക്ക് UK അനധികൃതമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ അനധികൃതരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ എന്തായാലും അവരുടെ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ തന്നെ പരിശോധിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവർ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പഞ്ചാബിൽ നിന്ന് വന്ന 2 പേരും മോഷണക്കുറ്റത്തിലാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് ഒരാൾക്ക് 5 വർഷത്തെയും മറ്റൊരാൾക്ക് 4 വർഷത്തെയും തടവ് ശിക്ഷ ഇപ്പോഴും UK കോടതി വിധിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ കടകളെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും CCTVകളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒരു കടയിൽ വന്നിട്ട് ഒരു സ്പിരിറ്റ് ലെവൽ മോഷ്ടിച്ച് കേവലം 10 15 പൗണ്ടിൻ്റെ ആയിരിക്കാം. ഈ ഒരു 15 പൗണ്ടിൻ്റെ ഒരു സ്പിരിറ്റ് ലെവൽ മോഷ്ടിച്ചു. അപ്പോൾ അവിടുത്തെ കടക്കാരെന്ന് പറഞ്ഞ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അവർ വന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അടിക്കാനും പോയി. അപ്പോൾ അങ്ങനെയാണ് ഇവർ 2 പേരും ജയിലിലായത്. UK ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മർ ടൈമിൽ തന്നെ ഈ ഒരു ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1000 എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകൾ പ്രകാരം ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൽ ഈ ഒരു ജൂലൈ മുതൽ ഈ ഒരു നവംബർ മാസം വരെ നടത്തിയ ഇതേപോലൊക്കെ ഉള്ള റെയ്ഡുകളിൽ ഏകദേശം ഒരു 191 റെയ്ഡുകളാണ് നടത്തിയത്. ഇതിൽ 132 അറസ്റ്റുകളും 94 സ്ഥലങ്ങളിൽ സിവിൽ പെനാൽറ്റി നോട്ടീസുകൾ എംപ്ലോയർക്ക് നൽകുകയും ചെയ്തു. നമുക്കറിയാം ഈ ഒരു എംപ്ലോയറെ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് 60,000 പൗണ്ട് വരെയാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് പിഴ ചുമത്തുന്നത്. മിഡ്ലാൻഡ്സിലെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം കാലയളവിൽ അതായത് ജൂലൈ മുതൽ നവംബർ വരെയുള്ള സമയത്ത് 665 റെയ്ഡുകൾ നടത്തിയതിൽ 427 അറസ്റ്റുകളും 305 സിവിൽ പെനാൽറ്റി നോട്ടീസുകളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ട്ഫോർഡിൽ ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫാക്ടറിയിലെ റെയ്ഡിൽ ഏകദേശം 11 ആൾക്കാരെയാണ് ഇതേപോലെയുള്ള ഇല്ലീഗൽസിനെ അവരിപ്പോഴും പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ സൗത്ത് സെൻട്രൽ ഇംഗ്ലണ്ടിൽ ഈ ഒരു ജൂലൈ മുതൽ നവംബർ വരെ നടത്തിയ 260 റെയ്ഡുകളിൽ 213 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 165 പേർക്ക് ഇതേപോലെ തന്നെ ആ എംപ്ലോയീസിന് സിവിൽ പെനാൽറ്റി നോട്ടീസുകൾ കൊടുക്കുകയും ചെയ്തു. സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ ഈ ഒരു സെയിം കാലയളവിൽ ഏകദേശം ഒരു 278 റെയ്ഡുകളിലായിട്ട് 173 അറസ്റ്റുകൾ നടത്തി 130 സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള എംപ്ലോയേഴ്സിന് ഇപ്പോഴും സിവിൽ പെനാൽറ്റി നോട്ടീസുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ UK വന്നിട്ടുള്ള ആൾക്കാർ മാനമര്യാദക്കൊക്കെ UK നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പരിക്കുകൾ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. ഇല്ലീഗലായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അധിക കാലം ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല UK ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നാട് കടത്തുക, അതേ രീതിയിൽ തന്നെ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് UK ഗവൺമെൻറ് പോയിരിക്കുന്നത്. ഇതേപോലെയുള്ള റെയ്ഡുകൾ ഇനിയിപ്പോഴേ പുതുവത്സരത്തിലും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെ ഇവിടെ ലീഗലായിട്ട് തന്നെ ജീവിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ മറ്റൊരു അപ്ഡേഷനിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.